ഹായ്, ഐ എം ശ്രീകാന്ത് മുരളി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ കണ്ടിട്ട് രാത്രി 11:45 എന്നെ വിളിച്ചിട്ട്, എടോ ഞാൻ ഇനി സിനിമ ചെയ്യണല്ലോ. 28 ദിവസം കൊണ്ടാണ് തേന്മാൻകും എന്ന സിനിമയുടെ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത്. ഏതൊരാളോട് ലാൽ സാർ സംസാരിക്കുന്നു അവർക്കൊക്കെ തോന്നും മറ്റാരുമല്ല ലാൽ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാനാണെന്ന് തോന്നും. അത് ലാൽ സാറിൻ്റെ ഒരു മെക്കാനിസമാണ്. മമ്മൂക്കയുടെ ക്യാരക്ടർ അദ്ദേഹത്തെല്ലാം ബാൻഡേഡ് ഇട്ടിട്ട് ആശുപത്രിയിൽ വരുമ്പോൾ പനി ഉണ്ടാവും മാമ, അത് മരുന്ന് കഴിച്ചാൽ പൊക്കോളും എന്ന് പറയുന്ന സീനില്ലേ, ഈ സീനിൽ പന്നീൻ്റെ മോനെ എന്ന് വിളിക്കുന്നില്ലേ, ആ സീൻ മൊത്തം ഫാസിൽ സാർ അതുപോലെ അഭിനയിച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നുണ്ട്. അഭിനയിക്കുന്നത് മോഹൻലാൽ ഒറ്റ ടേക്കിൽ അതിൻ്റെ ഇടയിൽ കൂടി സ്മൂത്തായിട്ട് ക്ലിങ് ചാടി വന്നു. ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ളത് മാത്രമാണ് സിനിമ. യെസ് ട്വൻറ്റീസ് ആൻഡ് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സംവിധായകൻ, പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീകാന്ത് മുരളിയാണ്. വെൽക്കം സർ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഓണം വരണു. ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് എവിടെ വരെയായി? ഇല്ല, അങ്ങനെ ഓണം വരിക, ഓണം പോകുക, അത്രയേ ഉള്ളൂ. നമ്മളതിൻ്റെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഓണം പോലെ നമുക്ക് അങ്ങനെയൊന്നും ആഘോഷിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. തന്നെ ഇപ്പോൾ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഓണം മാനസികമായിട്ടൊരു ആഘോഷിക്കാൻ തോന്നാത്തൊരവസ്ഥയുണ്ട്. പിന്നെ പരിമിതികളുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. നാട്ടിലാണെങ്കിൽ മുറ്റത്ത് പൂക്കളം ഇടാം, കുട്ടികൾക്കായാലും ഓടി നടക്കാം, പൂക്കൾ പറിക്കാൻ കുറച്ചെങ്കിലും പൂക്കളുണ്ട്. പിന്നെ ചാണകം മെഴുകിയ മറ്റേ പൂക്കളമൊക്കെ കാർന്നോന്മാരുണ്ടാക്കി വെക്കലുണ്ടാവും. ഓണത്തപ്പന ഉണ്ടാക്കാം. അതൊക്കെ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നാട്ടിലാവുമ്പോൾ. അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു 1-2 ദിവസമൊക്കെ പോയി നിൽക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഇത് മിസ്സാവുന്നു എന്ന് തോന്നുന്നത് നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണല്ലോ. നമ്മൾ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് മിസ്സിങ് തോന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ അയ്യോ അത് മിസ് ചെയ്യരുതെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാടം തിരുവോണമൊക്കെ വീട്ടിൽ തന്നെയാണ് കൂടാറ്. അപ്പോൾ അവിടെ കാർന്നോന്മാരൊക്കെ ഉണ്ട്, തറവാടുണ്ട്, വല്യപ്പനുണ്ട്, മരുമക്കളുണ്ട്. അപ്പോൾ ഇപ്പോഴും വേണം എന്നാണെങ്കിൽ നമ്മളത് മനസ്സ് വെച്ചാൽ മതി, വീണ്ടും ആ ഓണത്തിലേക്ക് പോവാം, നഷ്ടരാജ്യത്തിലേക്ക് പോവാം അല്ലേ. ഈ സിനിമാക്കാരനാണല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മുതിർന്നതിന് ശേഷം ഓണമൊക്കെ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് മിസ് ചെയ്തിട്ടുണ്ടോ? ഓണം, വിഷു പോലുള്ള ഓണം നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആണ് പലപ്പോഴും. ഒരു 10-15 വർഷത്തോളം ഓണം ആഘോഷിച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ ഓണം, അങ്ങനെയാണല്ലോ. സെറ്റിലാണെങ്കിൽ ഉച്ചയ്ക്ക് അന്നൊരു കുറച്ച് നേരത്തെ നമ്മൾ ആ ഉച്ചയ്ക്കുള്ള സദ്യയാണ് ഏറ്റവും പ്രധാനം. സദ്യ ഒന്നും പിന്നെ നമ്മൾ ആ ജോലിയിലേക്ക് കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഓണം കഴിഞ്ഞിട്ടായാലും പിന്നെ ഓണപ്പുടവ, ഓണക്കോടി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് നേരത്തെ തന്നെ വാങ്ങി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ ഒരു സമയത്ത് നമ്മൾ ബാച്ചിലറായിരുന്ന കാലത്ത് ചിലപ്പോഴും ഓണമൊക്കെ കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ഓണം റിലീസില്ലെങ്കിൽ. ഓണം റിലീസുണ്ടെങ്കിൽ ശരിക്കും ഉത്രാടത്തിനെങ്കിലും വീട്ടിലെത്താൻ പറ്റാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ചാനലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഓണത്തിന് രാവിലേക്കാണ് നമ്മൾ, അന്നത്തെ കാലത്ത് ഞാൻ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മളാണ് കാസറ്റ് കൊണ്ടുപോയി അപ്ലിങ്കിങ്ങിന് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ തലേന്ന് രാത്രിയിലും തീരാത്ത പരിപാടി പിറ്റേ ദിവസം രാവിലെ വരെ ഉറക്കമുറച്ചിട്ട് ചെയ്തിട്ടൊക്കെയാണ് വരാം. അപ്പോൾ പലപ്പോഴും ഉറക്കം തൂങ്ങി സദ്യ കഴിക്കാൻ സമയമാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് കഴിക്കലൊക്കെയാണ്. എന്നാലും അതൊക്കെ ഓണത്തെക്കുറിച്ചിട്ടുള്ള പല ഓർമ്മകളാണ്. അപ്പം അത് ആലോചിക്കുമ്പോൾ എന്തോന്നെങ്കിലും ഇപ്പം അത് ആലോചിക്കുമ്പോൾ രസമുണ്ട്. ഇപ്പം ജിഷ്ണു ഇത് ഓർമ്മിപ്പിക്കുമ്പോഴും നല്ല സുഖമുണ്ട് ഓർമ്മ. പഴയ ഓണം അല്ലേ. ഈ 16 വയസ്സിൽ ഇപ്പോൾ KG ജോർജ് സാർ പോലെയുള്ള ഒരു ലെജൻഡിന് കത്തെഴുതുക എന്ന് പറയുന്നത്, ഇപ്പം അത്രയേറെ സിനിമകൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അതിനുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? 9 വയസ്സ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് സമയത്ത് ഞാൻ സ്വപ്നാടനം സിനിമ കണ്ടു കഴിഞ്ഞിരുന്നു, ജോർജ് സാറിൻ്റെ ആദ്യത്തെ സിനിമ. പിന്നീട് വീട്ടിലും സിനിമകൾ 87-ലൊക്കെയാണല്ലോ നമ്മുടെ ദൂരദർശൻ. അപ്പോൾ വല്ലപ്പോഴും മാത്രം വരുന്ന മലയാള സിനിമകൾ, അതിലും ജോർജ് സാറിൻ്റെ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരകളും പഞ്ചവടി പാലവും ലേക്ക് ഹെഡമരുടെ ഫ്ലാഷ് ബാക്കും ആദാമിൻ്റെ വാരിയലും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് മറ്റ് സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുശേഷം വേറെ എത്ര സിനിമ കണ്ടാലും ഈ സിനിമ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. ഈ ഇരകൾ എന്ന് പറയുന്ന സിനിമ നമുക്ക് മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു, വളരെ നമ്മൾ ഹോണ്ട് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. ആ ഒരു പ്രായവും റബ്ബർ തോട്ടവും അവിടെ റബ്ബർ തോട്ടത്തിൽ കാണുന്ന സുന്ദരി പെണ്ണും ഒക്കെ അത്രയും ലൈറ്റായിരുന്നു, അത്രയും സർഫസിലുള്ള
ചിന്തകളായിരുന്നു ആദ്യം. പിന്നീട് നമുക്ക് ആ സിനിമയുടെ ആഴവും ഒക്കെ പരപ്പും ഒക്കെ പിടികിട്ടിയത്. തിലകൻ ചേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ചും സുകുമാരൻ സാറാണത് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നീട് അറിയാണ് നമ്മൾ. ഞാനേയും ഒക്കെ വായനശാല പോകുമ്പം പലരിൽ നിന്നൊക്കെ കിട്ടും. അപ്പം ഗൗരവമുള്ള ചർച്ചകളിലൊക്കെ ജോർജ് സാറിനെ കുറിച്ച് സംസാരിക്കാതെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിനിമയുടെ പരസ്യത്തിൻ്റെ കൂടെ ജോർജ് സാറിൻ്റെ അഡ്രസ്സ് കണ്ടു. KG ജോർജ്, ഫിലിം ഡയറക്ടർ, ദീപം, കമലേശ്വരം, തിരുവനന്തപുരം പേപ്പറിൽ. അപ്പം അന്ന് 35 ദിവസം ഇല്ലൻ്റ് കിട്ടും. ഇല്ലൻ്റിൽ ഒരു എഴുത്തം കൂടെ അയച്ചു. മറുപടി പ്രതീക്ഷിക്കാതെ അയച്ചാൽ അതെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വന്നു. ഇന്നിപ്പോൾ നമുക്ക് സെക്കൻഡ്സിനാണ്. ഇപ്പോൾ അമിതാഭ് ബച്ചന് പോലും മെസ്സേജ് അയച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി വയ്ക്കുന്നതാണ് ഞാൻ അറിയുന്നത്. മെയിൽ അയച്ചു. വല്ല മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യാം. ഈ ജോർജ് സാറിനെ ആദ്യം കണ്ടൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഈ എഴുത്തയച്ചു എന്നോട് 2 ആഴ്ച കഴിഞ്ഞുള്ളൊരു ദിവസം തിരുവല്ലയിലൊരു ഹോട്ടലിലേക്ക് ചെല്ലണം, അവിടെ ഓഡീഷൻ നടക്കുന്നുണ്ട്. ഒരു ലെറ്റർ വന്നു. അപ്പോൾ ആ ലെറ്ററിൽ അതൊരു പ്രിന്റഡ് ലെറ്ററാണ്. അതിൽ പേരുകൾ എഴുതുന്ന സ്ഥലങ്ങൾ മാത്രമാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ജോർജ് സാറിൻ്റെ ലെറ്റർ അല്ല, ഏറ്റവും കൂടുതൽ ജോർജ് സാറിൻ്റെ സൈൻ ഉണ്ടെന്നേ ഉള്ളൂ. ടൈപ്പ് ചെയ്ത്. അതെ. അപ്പം ഞാൻ പോവാണ്. പക്ഷേ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ധൈര്യമില്ല, വീട്ടിലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 4th ഓപ്ഷൻ മാത്സ് ഒക്കെ എടുത്തിട്ടാണ് പഠിച്ചത്. സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും ഒന്നിച്ചെടുത്തിട്ട് എഞ്ചിനീയറിങ്ങും MBBS എൻട്രൻസ് ഒരുമിച്ച് എഴുതി ഏതെങ്കിലും ഒന്നാവുക എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്തെ ചിന്തയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ എനിക്കത് പറയാനുള്ള ധൈര്യം കിട്ടില്ല. അപ്പോൾ എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞത്. നമ്മുടെ എത്രയോ നാളത്തെ നമുക്ക് എക്സ്പ്ലെയിനബിൾ അല്ലാത്തൊരു ഫീലിൽ നമ്മൾ കയറി ചെല്ലണം. എന്ത് പറയും, ബുൾഗാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇരിക്കൂ പറഞ്ഞു. മറ്റേ നോക്കിയിട്ട് ശ്രീകാന്ത്, വാട്ട് ഈസ് യുവർ ബേസിക് ഇൻറ്റൻഷൻ ശ്രീകാന്ത് നീജനോട്. അപ്പോൾ ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാൾക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഉത്തരം ഇങ്ങനെ, സർ അല്ല തന്നെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത് ഇങ്ങോട്ട് വരാൻ, എനിക്ക് എഴുത്തയക്കാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ സിനിമ. ഒറ്റോത്തരം. സിനിമ. സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, സോപ്രാണനം സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനത് ശരിക്കും സ്ട്രൈക്ക് ആയിട്ടുണ്ടാവും. അത് ചിരിച്ചു. അപ്പോൾ എന്താണ് കഥകളി എന്നൊക്കെയാണല്ലോ എഴുതിയിട്ടുള്ളത്. ഞാൻ സാറേ എന്തെങ്കിലും മോണോ ആക്ട് എന്നൊക്കെ എഴുതി, എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് വരുമല്ലോ ആ ചോദ്യം, ഒരു മറുപടി നമുക്ക് എന്തായാലും ഉണ്ടാവും. മറുപടികളുണ്ട് എപ്പോഴും. ഇതിനൊരു മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ അദ്ദേഹം പിന്നെ കൂടുതലും ചോദിച്ചില്ല, അങ്ങനെയെങ്കിലും കാര്യം ചെയ്യൂ, ഒരു സിനിമ തുടങ്ങുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽസൊക്കെ പുറത്ത് രാജശേഖരനും മുഖ്യമുണ്ട്, പുറത്തുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ പറയാനോ അല്ലെങ്കിൽ ആ ഒരു ജാർഗൻ അസിസ്റ്റൻ്റ് എന്നുള്ള പേര് പ്രയോഗം പോലും എനിക്ക് ധൈര്യമില്ല. എങ്കിൽ അദ്ദേഹം വരാൻ പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ എഴുന്നേറ്റു, ഇനി മനസ്സ് മാറേണ്ട വെച്ചിട്ട് അപ്പം തന്നെ എഴുന്നേറ്റ് പുറത്ത് വന്നു. ഞാൻ ആ ബസ് യാത്രയിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. അതായത് മെഷീൻ കവർ എന്നൊക്കെ പറയില്ലേ, നമ്മളങ്ങനെ പറയാം. N series ഒരു ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ മെഷീൻ കവറിന് തൊട്ട് മുമ്പിലുള്ള സീറ്റിൽ ഞാൻ ഇരുന്നു. കാരണം അതിനപ്പുറത്തേക്ക് പിന്നെ ക്യാമറ പുറത്തേക്ക് വെക്കാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നാച്ചുറലി ഞാൻ ഡയറക്ടറുടെയും ക്യാമറമാൻ്റെയൊക്കെ പിന്നിലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് ഇവരെന്താ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പം വേണുചേട്ടനാണ് ചോദിച്ചത്, താൻ ക്യാമറമാൻ വേണുചേട്ടനാണ് ചോദിച്ചത്, താൻ നാട്ടിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ സ്കൂൾ കോളേജിൽ പ്രൊഫസർ സാറിനോട് പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ട് പോകുന്നത് സിനിമയിൽ വർക്ക് ചെയ്യാൻ പോരാന്ന് പറഞ്ഞില്ലേ. എടോ ആൾക്കാർക്കൊന്നും അറിയില്ല, അവരൊക്കെ സിനിമയിൽ തന്നെ കണ്ടാലേ താൻ സിനിമയ്ക്കാണ് പോകുന്നത് അംഗീകരിക്കുള്ളൂ, വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് താൻ ഫ്രെയിമിൽ എവിടെയെങ്കിലും കയറി നിൽക്കുക പറഞ്ഞു. അപ്പോൾ ജോർജ് സാർ പറഞ്ഞു, ഒരു കരമന ജനാർദ്ദൻ നായരുടെ ക്യാരക്ടർ ആശുപത്രിയിലാവുകയും അവിടെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ സീനിൽ താൻ വേണം എന്നോട് പറഞ്ഞു. സന്തോഷമായി. ഈ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നതിൻ്റെ പരിഭ്രമൊന്നും ഉണ്ടായില്ല? ഇല്ല, അതില്ല. കാരണം ക്യാമറയുണ്ട് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഒരു 5ാം ക്ലാസ് മുതലൊക്കെ 6ാം ക്ലാസ് മുതലൊക്കെ ഞാനിങ്ങനെ സാഹിത്യ സമാജത്തിന് 97 പിള്ളേരുണ്ട് എൻ്റെ സ്കൂളിൽ, 3 ഡിവിഷനും കൂടെ, അത്രയും ചെറിയ സ്കൂളാണ്. അപ്പോൾ അവിടെ നമ്മൾ സാഹിത്യ സമയം എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം നമ്മൾ കഥ പറയുകയും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് എന്നേക്കാൾ 2 വർഷം സീനിയറായിട്ട് നാദർഷ പഠിച്ചിരുന്നത്. നാദർഷ എൻ്റെ 2 വർഷം സീനിയറാണ്. നാദർഷ പറയുന്നത് എൻ്റെ ജൂനിയറാണെന്നാണ്. ഇപ്പോൾ ഞാനത് പറയുകയാണ്. എന്നേക്കാൾ 2 വർഷം സീനിയറായിട്ട് എൻ്റെ ഓപ്പിൾ പഠിച്ച ഓപ്പിളിൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഓപ്പിൾ നന്നായിട്ട് പാടുമായിരുന്നു. നാദർഷ അന്ന് ഗായകൻ എന്ന നിലയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലുകളിലേക്ക് പ്രധാനപ്പെട്ട താരമായിരുന്നു. അന്നും നാദർഷ നമ്മളുടെയൊക്കെ വലിയ അഭിമാന താരമായിരുന്നു. നാദർഷയൊക്കെ ഞാൻ വളരെ ബഹുമാനത്തോടെയും അസൂയോടെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ അല്ലേ. ശങ്കര എന്നുള്ള പാട്ടൊക്കെ നീലയും വെള്ളയും നിക്കറും ഷർട്ടും ഇട്ട് കൊച്ചു പയ്യൻ എന്ന് പാടുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശങ്കര നാദശരീരാപര എന്ന പാട്ട് നാദർഷ പാടിയാണ് ഏറ്റവും ആദ്യം ആ പാട്ട് അത്രയും നമ്മളോട് ചേരുന്നത്. എനിവേസ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ സിനിമയുടെ പരിസരങ്ങളിൽ നമ്മൾ ഉണ്ടെന്നൊരു തോന്നലാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ജോർജ് സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ പറഞ്ഞേൽപ്പിക്കുന്ന ജോലി ചെയ്താൽ മതി
എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ജോർജ് സാർ കഴിഞ്ഞു, പിന്നീട് ചാനലിൽ വർക്ക് ചെയ്തു, അതിന് ശേഷമാണ് ജോർജ് സാറിനോട് വർക്ക് ചെയ്യുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ അഭിനയിക്കാനാണ് ഞാൻ പോയത്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ അഭിനയിക്കാനാണ് ഞാൻ പോയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അങ്ങനെയാണ് ഞാനിത് പറയുന്നത് വരെ ധരിച്ചിട്ടുണ്ടാവുക. മറിച്ച് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കൽ തന്നെയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർ ക്രൗഡിനെയൊക്കെ മാറ്റിവിടുക, കട്ടർ ബോർഡുകൾ അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് കൊടുക്കുക, ട്രാക്ക് ആൻഡ് റോളിയൊക്കെ അവർ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് കൂടെ കൊണ്ടുവയ്ക്കുക, കേബിളുകൾ എടുത്ത് വയ്ക്കുക, പ്രൊഡക്ഷന് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്ഷന് പ്ലേറ്റ്സ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്ലേറ്റ് ബാക്കി കഴിച്ച ആകാറുള്ള പ്ലേറ്റിൻ്റെ അത് കഴുകിയിട്ട് തിരിച്ച് പ്ലേറ്റ് കൊണ്ട് കൊടുക്കുക, ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അങ്ങനെ നമ്മളൊന്നും അറിയാതെ തന്നെ അതിൻ്റെ മുഴുവൻ പരിപാടിയും എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നൊരു പരിപാടിയാണ് ഞാനതിൽ കണ്ടത്. ഈ സിനിമ എന്നുള്ളത് മാത്രമായിരുന്നില്ല, വിഷ്വൽ മീഡിയയിലെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കൺസേൺ. അതുകൊണ്ടാണ് ചാനലിലേക്കും പിന്നീട് മൾട്ടി ക്യാം ഷൂട്ടുകളിലേക്കും. സിനിമയുടെ സ്വഭാവമല്ലോ റിയാലിറ്റി ഷോസിന്. അപ്പോൾ അങ്ങനെയാണ് റിയാലിറ്റി ഷോസിൽ ഇപ്പം മ്യൂസിക് ഷോസ് ധാരാളം ഷോസ് ചെയ്തു. പിന്നെ റിയാലിറ്റി ഷോയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഷോ ആയിരുന്നു അശ്വമേധം. അതിൻ്റെ 69ഓളം എപ്പിസോഡുകളുടെ സ്വിച്ചിങ്ങും ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ നമ്മൾ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ആ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ ഗന്ധർവ സംഗീതം അന്ന് വൻ സംഗീതം, ഗന്ധർവ സന്ധ്യ, രാഗോത്സവം എന്നാണ് പ്രോഗ്രാം. ഇപ്പോൾ സാറിന്റെ തുടക്കം ശരിക്കും ഒരു ഔട്ട് ആൻഡ് ഔട്ട് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് തുടങ്ങുന്ന ചന്ദ്രലേഖയായിരുന്നു അല്ലേ? പ്രിയൻ സാറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ശരിക്കും? ഞാൻ ഈ ചെയ്ത ഷോർട്ട് ഫിലിംസിൻ്റെയും ഒക്കെ കാസറ്റൊക്കെ കൈപിടിച്ചിരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് അന്ന് തുടങ്ങിയ കാലം, ഏഷ്യാനെറ്റിലെ 94 ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്ഷൻ അസിസ്റ്റൻസിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാണ്, സുധീർ എന്ന് പറയും. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മകനാണ്. എനിക്ക് നേരെ ചേട്ടന്മാരില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കഥകളി ഒരേ ദിവസം കളരിക്ക് അഭ്യാസത്തിന് ദക്ഷിണ കൊടുത്ത് ഒരു ദിവസം തുടങ്ങി, ഒരു ദിവസം അരങ്ങേറി. ഏട്ടൻ്റെ അർജുനനും എൻ്റെ കൃഷ്ണനും, ഏട്ടൻ്റെ ദമയന്തിയും എൻ്റെ തോഴിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ പലയിടങ്ങളിലും വേഷം കെട്ടിയിട്ടുണ്ട്, കഥകളി വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നമ്മളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരുന്ന ഒരാളായിരുന്നു ഏട്ടൻ. എനിക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് എനിക്ക് ജോലിയൊക്കെ കിട്ടിയിരുന്നു. ആ ജോലിയൊക്കെ എനിക്ക് ആ ജോലി കിട്ടിയപ്പോൾ വല്ലാതെ സങ്കടപ്പെടുകയും ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തതായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞിടാ നിനക്കതൊന്നും അല്ല പണി. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ അന്ന് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആയിട്ട് ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവരുടെ കൂടെ ഞാൻ ജോലി ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. പലപ്പോഴും ഏട്ടൻ്റെ കൂടെ പോവുകയും പ്രൊഡക്ഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് തുടങ്ങുന്ന കാലത്തുള്ള എല്ലാ ആൾക്കാരെയും എനിക്കിപ്പോഴും, അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഗുരുക്കന്മാരും ഒക്കെയാണ്. അവരൊക്കെ ഇപ്പോഴും വളരെ അടുത്ത ബന്ധമാണ്. ഏഷ്യാനെറ്റ് ഫാമിലിയിൽ തന്നെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏഷ്യാനെറ്റിലും ജോയിൻ ചെയ്തിട്ടുണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ MG ശ്രീകുമാരേട്ടനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകുമാരേട്ടനോട് സംസാരിച്ചു. ശ്രീകുമാരേട്ടൻ രാവിലെ പറയുന്നു, ഉച്ചയ്ക്ക് എന്നെ അവിടെ കൊണ്ടിരുന്നു. ഞാൻ ചെല്ലുമ്പം ശ്രീകുമാരേട്ടൻ ഓൾറെഡി ഫോണിലാണ്. പ്രിയ ഞാൻ വിളിക്കാം, ആൾ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം എന്നാൽ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനോ എനിക്കൊന്നും പിടിയിട്ടുന്നില്ല. എന്നെ മുറിൽ കൊണ്ടുപോയിട്ട് ഒരു 9 കുത്തിയിട്ട് 9 പേപ്പറിൽ 9 ഡോട്ടുകൾ വെച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുരളി നാഗവള്ളി, മോഹൻ പയ്യന്നൂർ, വിശ്വനാഥൻ വടുതല, സോണു ശിശുപാൽ, രാജേഷ്, സുൽഫിക്കർ എന്ന് പറഞ്ഞ് കുറേ പേരുടെ പേരെഴുതി. 8 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഒരു കുത്തിയിട്ട് താൻ ഇതായിരിക്കും തോന്നുന്നു. അപ്പം ഞാൻ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. ഷേന്ദ്രൽ പറഞ്ഞു പ്രിയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോഴാണ് എന്നോട് പറയണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ ഏട്ടനെ നാളെ കിട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഫീൽഡിൽ എനിക്ക് ആ സെറ്റിൽ നിൽക്കാൻ പറ്റിയാൽ മതി എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കാര്യം ചെയ്യൂ, അടുത്ത മാസം ഏപ്രിൽ 18-ാം തീയതി അവിടെ ഉണ്ടാവും, തന്നെ 19-ാം തീയതി രാവിലെ ഇവിടെ വന്നേക്കാൻ പറഞ്ഞു. പ്രിയനോട് ഷൂട്ട് കഴിഞ്ഞ് അവിടെ എത്തും. അവർ പ്രിയൻ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞതുപോലെ 19-ാം തീയതി രാവിലെ MG ശ്രീകുമാരേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തരുന്നു. എന്നോട് ഫ്രഷ് ആകാൻ പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ MG അണ്ണൻ കുളിക്കാൻ തയ്യാറാവുന്നുള്ളൂ. വെച്ചാൽ തലേദിവസം രാത്രിയുള്ള ലേറ്റായിട്ടാണ് MG അണ്ണൻ വന്നത്. രാവിലെ ഞാൻ ചെല്ലുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെന്നിട്ടാവാം കുളിക്കാന്നുള്ള നിലയ്ക്ക് ആണ് നിന്നു. എനിക്കൊരു 8-9 മണിക്കായിട്ടുണ്ടാവും. അപ്പോൾ MG അണ്ണൻ ബാത്റൂമിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ പോയി വാല് തുറക്കുമ്പോൾ എൻ്റെ മുമ്പിലൊരു എന്നേക്കാൾ ഒരു 1 ഇഞ്ചോടെ പൊക്കം കൂടുതലുള്ള ഒരാൾ ചെരിഞ്ഞിങ്ങനെ നോക്കിട്ടോ ശ്രീകാന്ത് എന്ന് പറഞ്ഞു. സാറിന് നോട്ടം അറിയാമല്ലോ, അന്ന് ഞാൻ കൂടെ കൂടിയതാ. ഞാൻ ഇന്നലെ വൈകുന്നേരം കൂടെ വിളിച്ചു വെച്ചേക്കും. ശരിക്കും എനിക്ക് പലർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് ഇതുപോലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരൊപ്പം വർക്ക് ചെയ്യാൻ ധാരാളം പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്ന് അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്നോട് എൻ്റെ ഏട്ടൻ അതുപോലെ എൻ്റെ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളൊക്കെ ശ്രീകാന്ത് നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ബോധ്യം വേണം. വലിയ റെസ്പോൺസിബിലിറ്റിയും വലിയൊരു
വലിയൊരു അവസരമാണ്. എത്രയോ ആയിരങ്ങൾ, എത്രയോ ലക്ഷങ്ങൾ ആഗ്രഹിക്കുന്നിടത്താണ് ശ്രീകാന്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രമാത്രം വലുതാണ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മുരളിയേട്ടനായിരുന്നു സത്യത്തിൽ പ്രിയൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴും ഞാൻ സത്യത്തിൽ മുരളിയേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. മുരളിയേട്ടൻ പിന്നീട് പലയിടങ്ങളിലും മരിച്ചുപോയി, നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. പക്ഷേ മുരളിയേട്ടൻ പലയിടങ്ങളിലും പിന്നീട് സംസാരിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. മുരളിയേട്ടൻ നമ്മളെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാറുണ്ട്. അതെ, പ്രിയൻ സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ് മനസ്സിലാവുന്ന 3 പേരുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ഇപ്പോൾ ഒരു പക്ഷേ അഭയമാർക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മിടുമിടുക്കനാണ് ഇപ്പോഴത്തെ അസോസിയേറ്റ്. എല്ലാവരും ഇപ്പോൾ പുതിയ പിള്ളേർ ഭയങ്കരമാരാണ്, മിടുക്കന്മാരാണ്. അഭിലാഷ് നായരാണ് ഇപ്പോൾ പുതിയ ഹിന്ദി പടത്തിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അഭിലാഷൊക്കെ അമേസിംഗ് ആയിട്ട് പിള്ളേരാണ്. അവരെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ 2006 സാറിൻ്റെ അടുത്ത് നിന്ന് പോന്നു, പക്ഷേ ഇതിപ്പോൾ 2024 കഴിയുന്നു. ഞാനിപ്പോഴും സാറും സാറിൻ്റെ അസിസ്റ്റൻസും ഒക്കെ ആയിട്ട് വളരെയധികം കണക്റ്റഡ്. ഇപ്പോൾ നടന്ന മനോരഥങ്ങളിലെ 2 ഫിലിംസിലും എന്നെ സാറ് വിളിച്ചു എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി പിന്നീട് പ്രിയദർശന സ്കൂളിലേക്ക് പോകാനുള്ളൊരു അതൊരു തിരിച്ച് ചെല്ലലാണല്ലോ ശരിക്കും. തീർച്ചയായിട്ടും ഇത് തിരിച്ചു ചെല്ലൽ എന്നൊക്കെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ചങ്കി കൈ വെച്ച് പറഞ്ഞാന്ന് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു കണക്ട്, ആ ഒരു വൈബ് ഇങ്ങനെ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. സാറിനെ മദ്രാസിൽ പോയി കാണാറുണ്ട്. സാറ് കേരളത്തിൽ വരുമ്പോൾ എവിടെയാണെങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. സാറ് ഫ്രീ ആണെങ്കിൽ തിരിച്ചെപ്പോഴെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട്. അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണെങ്കിൽ കാണാമെന്ന് പറയാറുണ്ട്. ഞാൻ പോയി സാറിനോട് സംസാരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ആ കാലത്തെ കഥകളും സിനിമയെക്കുറിച്ചും ഭൂമിക്ക് താഴെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം. ഇവരൊക്കെ ഇപ്പോഴും അവരുടെ വർത്തമാനത്തിലുള്ളൊരു ഫയറിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരിപ്പോഴും പുതിയതിനെ മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അംഗീകരിക്കും. അതെ. ഞാനിത് പലയിടത്തും പറയുന്നുണ്ട്. കുമ്പളങ്കി നൈറ്റ്സ് എന്ന സിനിമ കണ്ടിട്ട് രാത്രി 11:45 എന്നെ വിളിച്ചിട്ട് എടോ ഞാൻ ഈ സിനിമ ചെയ്യണ്ടോ എന്നെ വിളിച്ച ആളാണ്. എനിക്ക് ധൈര്യമായിട്ട് മീഡിയയോട് പറയാത്. സാർ അത്രയും സത്യസന്ധമായിട്ടാണ് സിനിമയെ കാണുന്നത്. ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും. ഇന്നും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ കാണിക്കുന്ന താല്പര്യം എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ലോകത്തുള്ള ഏറ്റവും പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലുണ്ട്. സന്തോഷ് ശിവൻ സാറിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഏറ്റവും പുതിയത് നാളെ വരാനിരിക്കുന്ന ലെൻസുകളെ കുറിച്ച് കൃത്യമായ ധാരണയോടെയാണ്. അവരെങ്ങനെ അത് ഉപയോഗിക്കുന്നു, അവർക്ക് എത്ര അവസരം കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തെ കാര്യം അവർ ലെജൻഡറി ആയതുകൊണ്ടുള്ള ഭയമായിരിക്കാം, അവർ അപ്രോച്ചബിൾ ആണോ എന്നൊക്കെ പറയുന്ന പ്രശ്നമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, സന്തോഷ് ചേട്ടനൊക്കെ ഏത് രാത്രിയിലും വിളിച്ച് നമുക്ക് സംശയങ്ങൾ ചോദിച്ചാൽ അവർ നമ്മളെക്കാൾ ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനും നമുക്ക് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തരാനും തയ്യാറാണ്. അതിൻ്റെ കാരണം അവർ അത്രയും ഷോ സ്ട്രിങ് ബജറ്റിൽ 28 ദിവസം കൊണ്ടാണ് തേന്മാൻകോം എന്ന സിനിമയുടെ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നോട് സാറ് പറഞ്ഞു 34 ദിവസം കൊണ്ടോ 35 ദിവസം കൊണ്ടോ ആ സിനിമ തീർന്നു. ആ സിനിമയ്ക്ക് 7 അവാർഡുകൾ കിട്ടിയത്. താളവട്ടം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത് 15 സെൻറ്ററുകളിലാണ്. പൂച്ചുക്കുരുമുക്കുത്തി ഷൂട്ട് ചെയ്ത് 18 20 അങ്ങനത്തെ ദിവസം കൊണ്ടാണ്. നമ്മളപ്പം അത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബജറ്റിൽ, അത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ട് ബജറ്റ് മാത്രമല്ല, പൈസ പിന്നെയും നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും. പക്ഷേ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇത്രയും ഗംഭീരം, അപ്പം എല്ലാവരെയും ഒരുപോലെ അലേർട്ടാക്കിക്കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന രീതിയുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് സൗകര്യം കൂടി, നേരത്തെ പറഞ്ഞ സിനിമ നമ്മുടെ ഫിംഗർ ടിപ്പിലാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതിനോടുള്ള ഒരു അപ്രോച്ചിന്, സമീപനത്തിനും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പലരും ഭയന്നിട്ട് പുതിയ പിള്ളേരല്ലേ എനിക്കിനി അവസരം കിട്ടിയില്ലെങ്കിലോ, ആ ഭയമൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് ഏത് മേഖലയായാലും നമ്മൾ അതിനെക്കുറിച്ച് എത്രമാത്രം പഠിക്കുന്നോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് വെളിവാകും. അല്ലാണ്ട് ജനറേറ്റർ വണ്ടി വന്ന് നിൽക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷനായിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പഠിക്കുക. പലപ്പോഴും എല്ലാവരും പറയും നിങ്ങൾ സ്വന്തമായി സിനിമ എടുത്ത് പഠിക്കൂ എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും അങ്ങനെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. മറിച്ച് മിടുക്കരായിട്ടുള്ള നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾ നേരത്തെ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊപ്പം നിൽക്കുകകൂടി ചെയ്താൽ എന്തൊക്കെയായിരുന്നു ഒരു ബിസിനസ്സാണ്. ഞാൻ ആ ആസ്പെക്റ്റിലാണ് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയും ബിംബങ്ങളുടെ ശിഥില സ്പന്ദനമൊക്കെ നമ്മൾ സിനിമ ഉണ്ടാകുന്ന സമയത്തുള്ളൂ. ആഫ്റ്റർ ഓൾ ഇതൊരു കച്ചവടമാണ്, ഇതൊരു ബിസിനസ്സാണ്. ക്രിയേറ്റീവ് ജോബ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു റവന്യൂ ഉണ്ട്, അല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബിസിനസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടും മലയാളം എന്ന് പറയുന്ന ചെറിയ നാട്ടിലെ സിനിമയെ ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മളത് കൃത്യമായി അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രേക്ക് ഈവൻ ആവുക എന്ന് പറയുന്ന പരിപാടിക്ക് എപ്പോഴും ഉപകരിക്കുക, ആ ഒരു എക്സ്പീരിയൻസ് നേടിയിട്ട് നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ചന്ദ്രലേഖയെക്കുറിച്ച് നേരത്തെ പറഞ്ഞപ്പം അതിൽ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ശ്രീനി സാറ്, ഫാസിൽ സാറ്, ലാലേട്ടൻ, പ്രിയൻ സാറ്, ഇത്രയും പേരാണ് ശരിക്കും മലയാള സിനിമയിലെ ലെജൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇവരുടെ
മുന്നിലേക്കാണ് ആദ്യം എത്തിപ്പെടുന്നത്. അപ്പോൾ സെറ്റിൽ എന്തെങ്കിലും രസമുള്ള ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് ഉണ്ടാവും. ഇപ്പം ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കണ ഏറ്റവും ഇപ്പം ഇത്രയും പേരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്രയും പേരുടെ തന്നെ ഒരു കഥ പറയാം. സിനിമയുടെ ഏതാണ്ട് 75ഓളം സീനുകൾ, അതായത് ഞെട്ടരുത് ഇത് ഞെട്ടി എന്ന് പറയുന്ന സീനില്ലേ ഹനീഫക, ആ സീൻ വരെ സാർ എഴുതി, പ്രിയൻ സാർ എഴുതി. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സാർ ഒരു സിനിമ അത്രയും മുഴുവനായി എഴുതുന്നത് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തത് ഞാനാണ്, കൂടി ഇരുന്നത് സാർ എഴുതി തരുന്നത് ഫെയർ ആയിട്ട് ലെഫ്റ്റ് റൈറ്റ് ആക്കിയിട്ട് എഴുതുക എന്ന് പറയുന്ന പണി എത്രയുള്ള ജോലി. അപ്പോൾ അത് കോപ്പി എടുക്കുന്ന പരിപാടി കാർബൺ കോപ്പി വെച്ചിട്ടാണ്. ഇന്നത്തെ പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പല പ്രിന്റുകൾ അടിക്കാനോ ഒന്നും സാഹചര്യമില്ല. അപ്പം A4 സൈസ് പേപ്പർ എടുക്കുക, അത് കുത്തിയിരുന്ന് എഴുതുക, അത് തന്നെ പണി. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു ദിവസം പ്രൊഡ്യൂസർ കൂടിയായ ഫാസിൽ സാർ വരുന്നു, പ്രിയൻ സാറിൻ്റെ ഗുരു കൂടിയാണ്. പിന്നെ ശ്രീനേട്ടൻ അന്ന് രാവിലെ ഒരു 9:30 തന്നെ വരുന്നു. കുറച്ച് കഴിയുമ്പം മോഹൻലാൽ സാറ് വരുന്നു. സാറ് വരുന്ന ഒരു 11:30-12 മണിക്കാണ് ലാൽ സാറൊക്കെ വരുന്നത്. ലാൽ സാറ് വന്നിട്ട് അധികം സമയം നിന്നുമില്ല. അഥവാ എനിക്ക് എത്ര സമയം നിന്നു എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി പരിചയപ്പെട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് കുറച്ച് കറിയൊക്കെ വിളമ്പി തന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് പോയി. അങ്ങനെയാണ് ലാൽ സാറ്. ഒരു ലാൽ സാറ് ആരുമായി ഒരു അടുപ്പം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് തോന്നും നമുക്ക് ഏറ്റവും ലാൽ സാറിൻ്റെ ഏറ്റവും പ്രിയങ്കരൻ ഞാനാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ കംഫർട്ട് ലാൽ സാർ അങ്ങനെയാണ്. ഏതൊരാളോട് ലാൽ സാർ സംസാരിക്കുന്നു അവർക്കൊക്കെ തോന്നും മറ്റാരുമല്ല, ലാൽ സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാനാണെന്ന് തോന്നും. അത് ലാൽ സാറിൻ്റെ ഒരു മെക്കാനിസമാണ്. നമുക്ക് അത് വേറൊരു വലിയ വിഷയമാണ്. അപ്പം ലാൽ സാർ പോയി അവിടുന്ന്. പക്ഷേ ആ സീനുകൾ അതിലേറ്റവും എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടർ, ഇക്കയുടെ ക്യാരക്ടർ ദേഹത്തെല്ലാം ബാൻഡേഡ് ഇട്ടിട്ട് ആശുപത്രിയിൽ വരുമ്പോൾ പനി ഉണ്ടാവും മാമ, അത് മരുന്ന് കഴിച്ചാൽ പൊക്കോളും എന്ന് പറയുന്ന സീനില്ലേ, ഈ സീനിൽ പന്നീൻ്റെ മോനെ എന്ന് വിളിക്കുന്നില്ല. ഇതെല്ലാം ആ സീൻ മൊത്തം ഫാസിൽ സാറ് മമ്മൂക്കയുടെ സീക്വൻസ് അതുപോലെ അഭിനയിച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നുണ്ട്. ഞാൻ മാത്രമായിരുന്നില്ല അവിടെ ശ്രീനിച്ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രിയൻ സാർ ഉണ്ടായിരുന്നു. പ്രിയ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പം കെട്ടി വെച്ചിട്ട്. പിന്നീട് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഗൂസ് ബമ്പിങ് ആണ്. കാരണം ഫാസിൽ സാറാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്നത്തെ ഈ പറയുന്ന മോക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ റിഹേഴ്സൽസ് ഒക്കെ ഉണ്ട്. അതന്നും വളരെ ആക്റ്റീവായിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫാസിൽ സാറിൻ്റെ സ്കൂളിൻ്റെ ശീലം അതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മണിച്ചിത്രത്താഴിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെ ക്ലിപ്പിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ പല മൂവ്മെൻറ്റുകളും ലാൽ സാറിൻ്റെ മൂവ്മെൻറ്റുകളും ശോഭന മാമിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ ഫാസിൽ സാർ ആദ്യം അഭിനയിച്ച് കാണിക്കുന്നത് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ പാഠം. ഇപ്പോൾ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഒരു അനുഭവം മാത്രമായിട്ടല്ല, എനിക്കൊരു പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഏറ്റവും നല്ല രസമുള്ളൊരു ഓർമ്മ. പിന്നീടുള്ള ഓർമ്മകൾ കംപ്ലീറ്റ് ലാൽ സാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എടോ അവളുടെ സവിശേഷ ഗുണഗണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറയാന്നൊക്കെ പറയുന്ന അമ്മമ്മക്കിടി വായാടി എന്ന സോങ്ങിന് മുമ്പുള്ളൊരു ലീഡുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ്റെ. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് അതിന് മുമ്പ് ഓടി വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് ഒരു ഫെൻസിൻ്റെ ഇടയിലൂടെ ചാടി വന്നിട്ടാണ്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ചാടി വരുന്നത്. ശരിക്കും ആ ഫെൻസിൻ്റെ ഇടയിൽ അത്രയും സ്പേസ് ഇല്ല. ആ ഫെൻസിൻ്റെ ഇടയിൽ കൂടി ഓടി വരാനുള്ള സ്പേസ് തന്നെയുള്ള സാബു സാറ് അത് റിമൂവബിൾ ആണ്, ഡിസ്മാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് സാബു സാറിൻ്റെ എല്ലാ സെറ്റുകളും. കണ്ടാൽ നമുക്ക് തോന്നും AVM ഒരു ഫ്ലോറാണ് ആശുപത്രി, ഒരു വലിയ ഫ്ലോർ. നമ്മൾ ഓരോരോ ഷോട്ട് കഴിയുമ്പോഴും ഓരോ സീൻ കഴിയുമ്പോഴും അത് റീഅറേഞ്ച് ചെയ്ത ഒറ്റ ഹോളാണത്. ഒരു വലിയ ഹോൾ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആശുപത്രി മുഴുവൻ അങ്ങനെയാണ്, ഇൻറ്റീരിയർ മുഴുവൻ. എക്സ്റ്റീരിയർ വേറെ സ്ഥലത്തും, മറ്റേ ഔട്ട്ഡോർ കംപ്ലീറ്റ് ഗോവയിലുമാണ്. ബോംബെക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതാണ് ബ്രില്യൻസി. ഞാൻ ഇപ്പം പല അഭിപ്രായങ്ങൾ ഈ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് ഞാൻ എൻ്റെ ഒരു എളിയ അനുഭവം ഞാൻ പറയാണ്. അപ്പോൾ ആ ഫെൻസിൻ്റെ ഇടയിലൂടെ വരാൻ പറ്റില്ല. അപ്പം ഇന്നസെൻ്റ് ആയിട്ട് നടന്നു പോകുമ്പോൾ ചാടി ആ ഫെൻസിൻ്റെ ഇടയിൽ കൂടി വരണം. അപ്പം പ്രിയ എന്നൊരു വിളിയുണ്ട് അപ്പം വേണ്ട എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ സംസാരിച്ച് കഴിഞ്ഞു ഈ വിഷയം. അല്ല പ്രിയ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം ജീവ സാറാണ് ക്യാമറ. ജീവ സാർ പ്രിയൻ സാറിനോട് ചോദിച്ചു, എന്നെ சொல்கிறீங்க ലാൽ സാർ എന്നെ சொல்கிறீங்க? ഇല്ലില്ല, അവൻ അതിൻ്റെ ഇടയിൽ കൂടി വരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞു പോകും. எப்படி சார் டில்ட் ஆப்ரேட் பண்ணமா? ഇല്ല ഇയാൾക്ക് ലൂസാക്കി വെച്ചു, അവൻ ചിലപ്പോൾ അവനായോണ്ട് വരും. അപ്പം സാബു സാർ പുറത്തുണ്ട്, ഇവർക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ക്യാമറാമാൻ ജീവ സാറ്, ഡയറക്ടർ പ്രിയൻ സാറ്, ആ സെറ്റിട്ട
അതിൻ്റെ ഓരോ ആണിയുടെയും ബലം അറിയാവുന്ന, സാബു സർ എത്ര ആണി അടിച്ചിട്ടെന്ന് അറിയാവുന്ന സാബു സാറ് അഭിനയിക്കുന്നത് മോഹൻലാൽ. വളരെ ഒറ്റ ടേക്കിൽ അതിൻ്റെ ഇടയിൽ കൂടി അന്ന് നല്ല ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് വയറും വണ്ണമൊക്കെ ഉള്ള കാലമാണ്. സ്മൂത്തായിട്ട് ക്ലിങ് ചാടി വന്നു. നിങ്ങളിപ്പോഴും ആ ഷോട്ട് എടുത്ത് വെച്ച് കാണണം. ഞാൻ എൻ്റെ ഈ കമൻറ്റ് കേട്ടതിന് ശേഷം ആ ഫെൻസ് ഇളകുന്നുണ്ട്. നമ്മൾ സൗണ്ട് എഫക്ട്സ് ചെയ്യുന്ന ആൾക്കാർ ദീപൻ ചാർജിയുടെ അസിസ്റ്റൻസ് ആണ്. ഇക്ബാൽ എന്ന് പറയും, ഇക്ബാൽ മുഹമ്മദ്, കലാപാനിക്കൊക്കെ സൗണ്ട്. അവർ ആ ഫെൻസ് ഇളകുന്നതിൻ്റെ കൂടി സൗണ്ട് എഫക്റ്റ് ഇട്ടിരുന്നു. അതിടുമ്പോൾ എന്ത് പറ്റും? നമ്മളൊരു 5 സ്റ്റാർ സ്റ്റാൻഡേർഡിലുള്ള ഹോട്ടൽ സ്റ്റാൻഡേർഡിലൊരു ബൊട്ടീക്ക് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലാണത്. അതിൻ്റെ ഫെൻസ് ഇളകുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അതുകൊണ്ട് ആ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ വീഡിയോയിൽ കാണാൻ പറ്റും, അതിങ്ങനെ ഇളകുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത്, ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല, ഇത് സംഭവിക്കുന്നത് പല തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ടാണ്. ആ സീനിനെ അത് അന്നത്തെ സാധ്യത, അന്നത്തെ ആസ്വാദനം വെച്ചിട്ട് അന്നത് നല്ലപോലെ വർക്കായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് വർക്കാവും. അതൊരു പരിഭ്രമവും ഈ ഞാൻ ഇന്ന ആളാണെന്ന്, അപ്പുകുട്ടനാണെന്ന്, മാൽഫി അല്ലെന്ന് പിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവും ഒക്കെയാണ് ഒരൊറ്റ ചാട്ടത്തിൽ പുള്ളി. അപ്പോൾ ആ ഒരു പരിഭ്രമം ഉണ്ടല്ലോ, ഇത് പിടിക്കപ്പെടും, അതുകൊണ്ട് ഇയാളെ എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണം, അതുകൊണ്ടാണ് മഞ്ഞ കോണ്ടസാന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ സീനിലാണ് പറയണത്. അപ്പോൾ അതിനൊക്കെ ബലം നിൽക്കുന്നതാണ് ആ ഒരു ചാട്ടം. ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്ത ആ ലൊക്കേഷനിലെ പ്രോപ്പർട്ടീസിനെ, ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് ബാധകമാണ് ഞാനീ പറയുന്നത്. ഡയറക്ടർ, ഒരു തിരക്കഥാകൃത്ത്, ഒരു ക്യാരക്ടർ ആർക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ, ഒരു സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾ, ഒരു ക്യാമറമാൻ, ഇത്രയും പേർക്ക് ഒരു പാഠമാണ് ആ ഒരൊറ്റ ഷോട്ടിനെ കുറിച്ചുള്ള എൻ്റെ ഈ ഒരു ബ്രീഫ്. ഞാനന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ പേപ്പർ എഴുതി വെച്ചാലും, നമ്മൾ എത്ര കാലം മുമ്പ് ഈ കഥ എഴുതി വെച്ചാണെന്ന് പറഞ്ഞാലും, നമുക്ക് ആ സ്പോട്ടിൽ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ളത് മാത്രമാണ് സിനിമ. സിനിമയിൽ എക്സ്ക്യൂസ് ഇല്ല, നമുക്ക് താഴെ എഴുതി വെക്കാൻ പറ്റില്ല. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അന്നത്തെ കാലത്തുമുള്ള ഇവരുടെ അനുഭവവും കൊണ്ടാണ് അതെല്ലാം അവിടെ സംഭവിച്ചത്. അങ്ങനെയൊക്കെ ഇനിയും സിനിമയിൽ സംഭവിക്കട്ടെ.